ഗ്രഹണം പൂർണ്ണ ചന്ദ്രഗ്രഹണമാണെന്ന്. സൂര്യപ്രകാശത്തെ ഭയക്കുന്ന പ്രേതാത്മാക്കൾ കരുത്താർജിക്കുന്ന സമയം, ചന്ദ്രനിൽ പ്രതിഫലിക്കുന്ന സൂര്യന്റെ അവസാന തരി വെളിച്ചവും നഷ്ടമാകുന്ന, ഭൂമിയെ കൂരിലിട്ട് വിഴുങ്ങുന്ന ദുഷ്ടാരൂപികളുടെ സമയം. 30 വിനാഴികകൾ, ചന്ദ്രനെ നിഴൽ വിഴുങ്ങുന്ന 30 മിനിറ്റുകൾ. അപ്പോ അവളും ശക്തയാകും, ശക്തമായി പ്രതികരിക്കും. ഈ ഒരു സീനും അതുപോലെ തന്നെ ഈ ഒരു ന്യൂസും നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഭൂതവും പ്രേതവും ഒക്കെ അവിടെ നിൽക്കട്ടെ, ചന്ദ്രഗ്രഹണം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്ന് 7/9/2025 ഞായറാഴ്ച രാത്രി ഒരു 11 മണി മുതൽ 8/9/2025 രാത്രി ഒരു 1:20 വരെയൊക്കെ അല്ലെങ്കിൽ 1:30 വരെയൊക്കെ ഒരു 82 മിനിറ്റോളം നമുക്കിന്ന് പൂർണ്ണഗ്രഹണം കാണാൻ സാധിക്കും, ചന്ദ്രഗ്രഹണം കാണാൻ സാധിക്കും. ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ഇടയിൽ, അവരുടെ ആ ഒരു പാതയുടെ ഇടയിലായിട്ട് ഭൂമി വന്ന് നിൽക്കുമ്പോൾ ചന്ദ്രനിലോട്ടുള്ള വെളിച്ചം ഭൂമി മറയ്ക്കുന്ന ആ ഒരു പ്രതിഭാസമാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. ഫുൾ മൂൺ ഡേയ്സിൽ, അതായത് പൗർണമി ദിവസങ്ങളിൽ മാത്രമാണ് നമുക്ക് ചന്ദ്രഗ്രഹണം കാണാൻ സാധിക്കുക. എന്ന് പറഞ്ഞിട്ട് എല്ലാ പൂർണ്ണചന്ദ്ര ദിവസങ്ങളിലും നമുക്ക് ചന്ദ്രഗ്രഹണം കാണാൻ സാധിക്കില്ല. ഈ 3 ആകാശഗോളങ്ങളും, അതായത് ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ, അതായത് ഭൂമി നടുവിലായിട്ട് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഇടയിൽ ഭൂമി നടുവിലായിട്ട് വരുന്ന ആ ഒരു അവസ്ഥയാണ് ചന്ദ്രഗ്രഹണത്തിന് കാരണമാകുന്നത്. അപ്പോൾ ഭൂമിയുടെ നിഴലാണ് ചന്ദ്രനെ മറച്ചുകൊണ്ട് ഈ പൂർണ്ണചന്ദ്ര ദിവസങ്ങളിൽ നമുക്ക് ചന്ദ്രഗ്രഹണം കാണാൻ വേണ്ടിയിട്ട് കാരണമാകുന്നത്. അതുപോലെ തന്നെ സൂര്യഗ്രഹണത്തിൻ്റെ സമയത്ത് ഭൂമിയുടെയും സൂര്യൻ്റെയും ഇടയിൽ ചന്ദ്രനാണ് വരുന്നത്. നേരെ ഇവിടെ ഭൂമിയുടെയും ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ഇടയിൽ ഭൂമി വരുന്നു എന്നതാണ് ഇന്നത്തെ വ്യത്യാസം. അപ്പോൾ ഈ ചന്ദ്രഗ്രഹണ സമയത്ത് ചന്ദ്രൻ നല്ല റെഡ് കളറിൽ കാണും. ആ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ ബ്ലഡ് മൂൺ എന്ന് പറയുന്നത്. ബ്ലഡ് മൂൺ, നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചു വെച്ചുകൂടാ. ഈ ബ്ലഡ് മൂൺ എന്ന പ്രതിഭാസം എല്ലാ സമയത്തും ഉണ്ടായിക്കൊള്ളുന്നില്ല. ഭൂമിയിൽ തട്ടുന്ന സൂര്യപ്രകാശം ചന്ദ്രനിലോട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്ന ആ ഒരു അവസ്ഥയിലാണ് ഇങ്ങനെ ഒരു റെഡ് കളറിൽ നമുക്ക് ചന്ദ്രനെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ചന്ദ്രഗ്രഹണം ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. സൂര്യഗ്രഹണത്തെക്കാട്ടിലും കൂടുതൽ ചന്ദ്രഗ്രഹണം നമുക്ക് കൂടുതലായിട്ടും കാണാൻ സാധിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ പലരും അത് കണ്ടിട്ടുണ്ടാവും. ഇന്ന് നമുക്ക് കേരളത്തിൽ നിന്ന് തന്നെ, നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് പലർക്കും ക്ലൈമറ്റൊക്കെ നല്ല വിസിബിൾ ആണെങ്കിൽ, മേഘങ്ങളാൽ മൂടിക്കെട്ടിയിട്ടുള്ള ഒരു ക്ലൈമറ്റ് അല്ലെങ്കിൽ നമുക്കിന്ന് വൃത്തിക്ക് നമുക്കൊരു ചന്ദ്രഗ്രഹണം കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഈ അവസരം നിങ്ങൾ കയ്യിലെടുത്തുകൊള്ളുക. നിങ്ങളിന്ന് ചന്ദ്രഗ്രഹണം കണ്ടുകൊള്ളുക, അല്ലെങ്കിൽ അതൊരു നഷ്ടമായി പോവും. അപ്പോൾ ചന്ദ്രഗ്രഹണം കണ്ടവർ കമൻറ്റിൽ എന്തായാലും രേഖപ്പെടുത്തണം. അപ്പോൾ ഇന്നത്തെ പ്രതിഭാസം ബ്ലഡ് മൂൺ എന്ന പ്രതിഭാസമാണ്. അങ്ങനെ ഒരുപാട് ചന്ദ്രൻ്റെ പ്രതിഭാസങ്ങളുണ്ട്. സൂപ്പർ മൂൺ എന്നൊരു പ്രതിഭാസമുണ്ട്. അന്ന് ഈ സൂപ്പർ മൂണിൻ്റെ ദിവസം ചന്ദ്രൻ സാധാരണ കാണുന്നതിനെക്കാട്ടിലും ഏറ്റവും വലുപ്പത്തിൽ, നല്ല വട്ടത്തിൽ കാണുന്ന ഒരു പ്രതിഭാസമാണ് സൂപ്പർ മൂൺ എന്നത്. അതുപോലെ തന്നെ നമുക്ക് ബ്ലൂ മൂൺ എന്നൊരു പ്രതിഭാസമുണ്ട്. ഈ ബ്ലൂ മൂൺ എന്നൊരു പ്രതിഭാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കലണ്ടർ മന്തിൽ വളരെ അപൂർവമായിട്ട് 2 തവണ ചന്ദ്രനെ പൂർണ്ണചന്ദ്രനായിട്ട് കാണുന്ന ആ ഒരു പ്രതിഭാസമാണ് ബ്ലൂ മൂൺ എന്നത്. അപ്പോൾ നമ്മൾ വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്നൊക്കെ ശൈലിയായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ചന്ദ്രൻ ഒരു 2-3 കൊല്ലത്തിലൊക്കെയാണ്, ഒരു വട്ടമൊക്കെയാണ് ഈ ബ്ലൂ മൂൺ എന്ന പ്രതിഭാസം ഉണ്ടാവുള്ളൂ. അതുപോലെ ഹാർവസ്റ്റ് മൂൺ എന്ന് പറഞ്ഞിട്ടുള്ളത്, അങ്ങനത്തെ പല തരത്തിലുള്ള പ്രതിഭാസങ്ങൾ നമുക്ക് ചന്ദ്രനിൽ കാണാനുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പ്രതിഭാസം ബ്ലഡ് മൂൺ എന്നറിയപ്പെടുന്നതാണ്. ചന്ദ്രഗ്രഹണം നടക്കുന്ന സമയത്ത് ചന്ദ്രൻ നല്ല തിളങ്ങി കാണുന്ന ഒരവസ്ഥയാണ്, നല്ല ചുവന്ന കളറിൽ ചന്ദ്രനെ കാണുന്ന ഒരവസ്ഥയാണ് ഈ ബ്ലഡ് മൂൺ എന്നത്. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ ആരും മിസ് ചെയ്യരുത്. ക്ലൈമറ്റും അതിന് അനുകൂലമാവുമെന്ന് നമുക്ക് വിചാരിക്കാം. ഇന്ന് മേഘങ്ങളൊന്നും ഇല്ലാതെ എല്ലാവർക്കും ഇത് കാണാൻ പറ്റട്ടെ. ഈ ഒരു ബ്ലഡ് മൂൺ എന്ന കണ്ടീഷനും പൂർണ്ണ ചന്ദ്രഗ്രഹണവും ഒക്കെ നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റട്ടെ. ചന്ദ്രഗ്രഹണം കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ആ കാഴ്ച എന്നുള്ളത് കമൻറ്റിൽ പറയണം കേട്ടോ.